ഖബറും മഹ്ശറയും പേടിക്കണം മുഅ്മിനീങ്ങളെ. ഖബറിൽ കിടക്കേണ്ടവരാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മനസ്സിലായോ? ഖബറെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അല്പം ഒരു വേദന വേണം, ബേജാറ് വേണം. എന്താണ് ഖബറിൽ കിടക്കുമ്പോ കൊണ്ടുപോകാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചത്? എന്താണ് ഉണ്ടാക്കി വെച്ചത്? മഹബ്ബത്ത് കൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ അതേ നമുക്കുണ്ടാവുള്ളൂ കേട്ടോ. ഒരു സഹാബി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറാബി വന്ന് ചോദിച്ചു, മത്തസ്സാഅതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക? എപ്പോഴാണ് ഖിയാമത്ത് നാൾ ഉണ്ടാകുക എന്ന് ചോദിച്ചപ്പോൾ ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് പറഞ്ഞു കൊടുക്കുകയല്ല. റസൂലുള്ളാഹി ചോദിച്ചു, വമാ അഅദത്തലഹാ, ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചത്? അവിടെ പോകുമ്പോൾ നിനക്ക് എന്ത് അമലാണുള്ളത്? എന്തോ നിസ്കാരമോ നോമ്പോ ഉണ്ടോ? ആ ആള് പറയുകയാണ്, ആ സഹാബി പറയുകയാണ്, ഞാൻ കൂടുതൽ നിസ്കാരമോ കൂടുതൽ നോമ്പോ തയ്യാറാക്കി വെച്ചിട്ടില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എങ്കിലും ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും പ്രിയം വെക്കുന്നു, മഹബ്ബത്ത് വെക്കുന്നു. ആ സമയത്ത് സഹാബിയോട് റസൂലുള്ള പറഞ്ഞത് എന്താണ്? അങ്ങനെ മഹബ്ബത്ത് വെച്ചോണ്ടൊന്നും കഴിച്ചിലാകൂല എന്നല്ല. നീ നിസ്കരിക്കന്നെ വേണം, നോമ്പോൽക്കന്നെ വേണം, ഇബാദത്ത് ഉണ്ടെങ്കിലേ രക്ഷപ്പെടുള്ളൂ എന്നല്ല പറഞ്ഞത്. അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെ പ്രിയം വെച്ചോ നീ അവരോടൊപ്പമാണ്. അപ്പോൾ മഹബ്ബത്ത് കൊണ്ട് രക്ഷപ്പെടും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഒരു അമലും വേണ്ടാന്നല്ല, അമലൊക്കെ ചെയ്യണം. പക്ഷേ അമലുകൊണ്ട് ഉറപ്പിച്ച് നിൽക്കാൻ കഴിയോ? നമ്മളെ അമല് കബൂലാകുമല്ലേ? നമുക്കറിയോ? ഇല്ല. അതുകൊണ്ട് തന്നെ മഹാത്മാക്കളെ മഹബ്ബത്ത് വെക്കുക, ഔസുല്ലാദമിനെ മഹബ്ബത്ത് വെക്കുക, ഖാദിരിയ തരീഖത്തിലെ മശായിഖന്മാരെ, റിഫായി ശൈഖിനെ, റിഫായിയ തരീഖത്തിലെ മശായിഖന്മാരെ, ഇമാം ഷാദുലി തങ്ങളെ, ഷാദുലിയ തരീഖത്തിലെ മഹാരഥന്മാരെ, അങ്ങനെ മഹാത്മാക്കളായ ഔലിയാക്കന്മാരെ, ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളെ, ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി, ഇങ്ങനെ ഓരോ മഹാത്മാക്കളെയും ഈ അബ്ദാലിങ്ങൾ, റിയാസിങ്ങൾ, ആരിഫീങ്ങൾ, സാലിഹീങ്ങൾ, ഉലമാക്കന്മാർ, അവരെ മഹബ്ബത്ത് വെച്ചുകൊണ്ടുള്ള, അവരെ പാത പിന്തുടർന്നുകൊണ്ടുള്ള സൂക്ഷ്മതയിലുള്ള ജീവിതം നാം ഓരോരുത്തരും നയിക്കേണ്ടതുണ്ട്. വെറും മൊബൈലിന്റെ അടിമകളാകരുത്, വെറും നെറ്റിന്റെ അടിമകളാകരുത്, വെറും സെക്സിന്റെ അടിമകളാകരുത്, വെറും കളിയുടെ അടിമകളാവരുത്. നമ്മുടെ റോൾ മോഡലുകൾ ഏതെങ്കിലും താരങ്ങളാവരുത്. നമ്മുടെ റോൾ മോഡൽ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി. എല്ലാ ഔലിയാക്കന്മാരുടെയും ലൈറ്റ് ഹൗസായ എല്ലാ ഔലിയാക്കന്മാർക്കും അവർക്കൊക്കെ നൂറ് നൽകുന്ന, എല്ലാ നൂറിന്റെയും പവർ നൽകുന്ന കേന്ദ്രമായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഈ ഔലിയാക്കന്മാരെ തരീഖത്തിലൂടെ, ഇവരുടെ സിൽസിലയിലൂടെ എത്തുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹോദരിമാർ, അവരൊക്കെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ തജ്വീദ് നിയമപ്രകാരം ഓതുവാനും ഈ മഹാത്മാക്കൾക്കൊക്കെയും ഖത്മ ഓതി തീർക്കുവാനും യാസീനും ഫാത്തിഹയും ഹദിയ ചെയ്തുകൊണ്ട് ഒരു നല്ല വഴിക്ക് ചിന്തിക്കുവാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാ വിപത്തുകളെ തൊട്ടും ബലാഗുകളെ തൊട്ടും കൊറോണ വൈറസുകളെ തൊട്ടും മറ്റ് എല്ലാ പകർച്ചവ്യാധികളെ തൊട്ടും അല്ലാഹു നമ്മളെയും കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.